എല്ലാവർക്കും ജെറാൻഡ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നെല്ലിക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ഇത് ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഒരുപാട് ദിവസം വെച്ചേക്കൊന്നും വേണ്ട, ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന ഈ അച്ചാർ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ നെല്ലിക്ക നോക്കി സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. പ്രഷർ കുക്കറിൽ ആണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കണം. ഇപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ കുരു ഒന്ന് മാറ്റി കളയണം. എന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുരു ഒന്ന് മാറിപ്പോക്കോളും. അപ്പോൾ ഇങ്ങനെ ആണ് അതിൻ്റെ വേവുന്നതിൻ്റെ ഒരു സ്റ്റേജ്. എല്ലാ നെല്ലിക്കയുടെയും കുരു ഞാനിവിടെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കിത് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ഞാനിവിടെ 2 ടീസ്പൂൺ കടുകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കറുത്ത കളറിലിരിക്കുന്നത് കടുകിൻ്റെ പൊടിയാണ്. അത് ഞാൻ നമ്മൾ കടുക് വറുക്കുന്ന കടുക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് പൊടി വാങ്ങിക്കാൻ കിട്ടും, കടുകിൻ്റെ പൊടി. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ കടുക് വറുക്കുന്ന കടുക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 100 ഗ്രാം നല്ലെണ്ണ വേണം. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, പൊട്ടിക്കാനായിട്ടുള്ള കടുക്. ഇത്രയാണ് ആവശ്യം. അപ്പോൾ അതിലേക്കിട്ട് ഞാനിവിടെ നല്ല ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഞാൻ പൊടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പൊടി ചേർക്കുമ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അച്ചാറിൻ്റെ സ്വാദെല്ലാം പോവും. അപ്പോൾ അതിൽ നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കട്ടിയില്ലാത്ത പാത്രമാണ് ഉപയോഗിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ചട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് ഒരുപാട് നേരം നിൽക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ പൊടികളെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഉടനെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് ഉടനെ തന്നെ മാറ്റി വയ്ക്കാം. ഇത് അപ്പം തന്നെ സെർവ് ചെയ്ത് തുടങ്ങും. പിന്നെ 1-2 ദിവസം കൂടുതൽ ഇരിക്കുന്തോറും അതിന് ടേസ്റ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാനിതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുക. നമുക്കിപ്പോൾ ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ അച്ചാർ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനിയൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഉണങ്ങിയ കുപ്പി വേണം സെലക്ട് ചെയ്യാൻ. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയാണ്. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നെല്ലിക്ക അതിനകത്ത് മാറ്റാം.
അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പിക്കിൾ ഉണ്ടാക്കാൻ ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ജറാനാസ് കിച്ചൺ എന്ന് പറഞ്ഞ FB പേജും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.